The moment you add any content, you give them a license to use it. മനസ്സിലായോ? അവരുടെ ആൽഗറിതമിക് പർപ്പസിനോ മാർക്കറ്റിങ്ങിനോ ഡിസെമിനേഷനോ അവർക്ക് നിങ്ങൾ കൊടുത്ത കണ്ടന്റ് ഉപയോഗിക്കാം. ChatGPT ഉപയോഗിക്കുന്ന ജിബ്ലി സ്റ്റൈല് അവരുടെ പ്രോപ്പർട്ടി ആണെന്ന് പറയുകയാണെങ്കിൽ ദ കേസ് വുഡ് ബി ബിറ്റ്വീൻ ദീസ് ടു എൻറ്റിറ്റീസ്. ജിബ്ലി ഒരു തുടക്കം, പക്ഷെ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇവിടെ അതിലും വലിയൊരു കോപ്പിറൈറ്റ് വയലേഷൻ നടക്കണില്ലേ? രാജരവിവർമ്മ ചിത്രങ്ങളെ വെച്ച് നമ്മൾ ആലോചിക്കും. The moment you keep something on cloud, it's always there. ഡിജിറ്റൽ സിഗ്നേച്ചർ അതങ്ങനെ ഉണ്ട് അവിടെ. യു ക്യാൻ റിമൂവ് ഇറ്റ്, ഡിലീറ്റ് ഇറ്റ്, ബട്ട് ഇറ്റ്സ് ഓൾവേസ് ദെയർ. ഇപ്പൊ ടോംസ് മലയാള മനോരമയിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് ഈ ബോബിനും മോളിയും കാർട്ടൂണുകളുടെ നമ്മുടെ ജനറേഷനിലാണ് അത് ഏറ്റവും പോപ്പുലർ ആയിരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് വീണ്ടും പബ്ലിഷ് ചെയ്തു തുടങ്ങി. അപ്പോൾ മലയാള മനോരമ അയാൾക്കെതിരെ കേസ് കൊടുത്തു. 130 മില്യൺ യൂസേഴ്സാണ് ChatGPTക്ക് കൂടിയിട്ടുള്ളത്. അപ്പോൾ ആ ജിബ്ലി ട്രെൻഡ് എത്രത്തോളം വൈറലായി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഏറ്റവും കൂടുതൽ വയലേഷൻ നടക്കുന്ന കോപ്പിറൈറ്റ് ലോയിലാണ്. ഇപ്പോൾ ട്വിറ്റർ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും പോപ്പുലർ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മൾ അതിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് യെസ് ഐ അഗ്രി എന്ന് പറഞ്ഞൊരു ടിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര പേരാണ് അത് വായിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നമ്മളിങ്ങനെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. ജിബിലി ട്രെൻഡ് ഗോൺ റോങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിക്ചേഴ്സ് നമ്മളിട്ടതിനെ AI ഉപയോഗിച്ച് അതിൻ്റെ രീതിയിൽ ചിലത് ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആള് കുഞ്ഞു കുട്ടിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ജിബിലി ട്രെൻഡ് ഗോയിങ് റോങ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് മലയാളികളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് പോകുന്ന ഒരു ഇൻസ്റ്റഗ്രാം റീല്. ആ ഇൻസ്റ്റഗ്രാം റീലിൻ്റെ AI ജിബിലി ട്രെൻഡ് എടുത്ത് പുറത്തേക്ക് വിട്ട സമയത്ത് ഒരുപാട് ഡിസ്കഷൻസ് അതിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ജാപ്പനീസ് ആർട്ടിസ്റ്റിൻ്റെ ഒരു കോപ്പിറൈറ്റഡ് ആർട്ടാണെന്നും ആ ആർട്ടിനെ ഒരു ആർട്ടിസ്റ്റ് കാലാകാലങ്ങളായിട്ട് ഈ ക്രാഫ്റ്റിൽ വർക്ക് ചെയ്ത് അങ്ങേരുണ്ടാക്കിയെടുത്തിട്ടുള്ള അങ്ങേരുടെ സ്റ്റൈല്, നമ്മൾ ചെറുപ്പത്തിൽ കണ്ട് വളർന്ന മൈ നെയ്ബർ ടൊട്ടോറോ പോലത്തെ പടങ്ങൾ, ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ജാപ്പനീസ് ആനിമയിലെ ഈ ക്രാഫ്റ്റിനെ ഇതുപോലെ തന്നെ AI റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരുപാട് എത്തിക്കൽ, മോറൽ, ലീഗൽ കൺസേൺസ് ഉണ്ട് എന്നുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അതേ അവസരത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും വളരെ ഒരുപാട് ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഴക്കൊല എടുത്ത് നിൽക്കുന്നതായിട്ട്, ഭാര്യയെ എടുത്ത് പൊക്കുന്ന ഇതിനെ വാഴക്കൊലയായിട്ട് കാണുന്നതും അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാനും ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന, ഇതിൻ്റെ പിന്നിലൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് തൊട്ടിട്ട് ഇതിൻ്റെ ലീഗൽ പെർസ്പെക്റ്റീവ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ കവിതയാണ്. ഡോക്ടർ കവിത IPR സെൻറ്റർ ഫോർ IPR സ്റ്റഡീസിലെ കുസാറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഷീ ഹാസ് എ ഡോക്ടറേറ്റ്. ഷീ ഈസ് വെരി knowledgeable about these aspects. So ഡോക്ടർ കവിത നമുക്കിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരുമെന്ന്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് യൂസേഴ്സ് ഇൻ്റർനെറ്റിലുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു കണക്കെടുത്തിരുന്നു. അതായത് 2024 149 സിറ്റാബൈറ്റ്, പുതിയൊരു ടേമാണ് സിറ്റാബൈറ്റ്, ഡാറ്റ ഓൺലൈൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് 2028 350 തൊട്ട് 390 സിറ്റാബൈറ്റ് വരെ പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഈ സിറ്റാബൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ, ഒരു സിറ്റാബൈറ്റ് എന്ന് പറയുന്നത് 250 ബില്യൺ DVD കൊള്ളുന്ന ഡാറ്റയാണ്. ഒരു സിറ്റാബൈറ്റ് 250 ബില്യൺ. അപ്പോൾ 100 കോടി എന്നാണ് ഒരു ബില്യൺ വരുന്നത്. അത്രയും 250 ബില്യൺ DVD കൊള്ളുന്ന ഡാറ്റയാണ് 2028 ഇന്റർനെറ്റ് യൂസേജ് പ്രൊജക്ഷൻ, ഡാറ്റ എക്സ്പ്ലോഷൻ. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ ഇടുന്നത് യൂസേഴ്സ് തന്നെയാണ്. ഇടുന്ന യൂസേഴ്സ് പല പ്രായത്തിലുള്ളവരാണ്, പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്, പല പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇവർ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതും. പക്ഷേ ഇത് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു വ്യാപ്തിയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ജിബ്ലി ട്രെൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്ലി ട്രെൻഡ് പറഞ്ഞതുപോലെ ഒരു ജാപ്പനീസ് അനിം ശൈലിയാണ്. അപ്പോൾ ഈ ജാപ്പനീസ് അനിം ശൈലി അവരവരുടെ തനതായ രീതിയിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വന്നെങ്കിലും OpenAI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനി അത് ChatGPT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI അസിസ്റ്റൻറ്റിൻ്റെ ടൂള് വഴി നമുക്ക് ജിബ്ലി ട്രെൻഡിൽ ഇമേജസ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നു. ആ ഓപ്ഷൻ മാർച്ച് എൻഡിലാണ് അവർ ഓപ്പൺ ചെയ്തത്. ആ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 130 മില്യൺ യൂസേഴ്സാണ് ChatGPTക്ക് കൂടിയിട്ടുള്ളത്. അപ്പോൾ ആ ജിബ്ലി ട്രെൻഡ് എത്രത്തോളം വൈറലായി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെയുള്ള ഒരു ശൈലിയിലുള്ളതിനെ നമ്മൾ ഇൻഫ്രിഞ്ച്മെൻ്റ് എന്ന് പറയാമോ എന്ന്. അപ്പോൾ കോപ്പിറൈറ്റ് എന്നാണ്, പകർപ്പവകാശ നിയമം ആണ് ഇതിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ലോ.
കോപ്പിറൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്രിഞ്ച്മെൻറ്റ് നടക്കുന്നത്, ഏറ്റവും കൂടുതൽ വയലേഷൻ നടക്കുന്ന കോപ്പിറൈറ്റ് ലോയിലാണ്. അത് നേരത്തെ പറഞ്ഞ് എന്താ പറയുക, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഈ കരിമ്പിൻ ജ്യൂസ് മെഷീൻ്റെ മുകളിൽ നിൽക്കുന്ന അക്ഷയ് കുമാർ ആണെങ്കിലും കത്രീന കൈഫ് ആണെങ്കിലും കടയുടെ ഷട്ടറിൻ്റെ മുകളിൽ വരച്ച് വെച്ചിരുന്ന ഉർവശി ശോഭന ആയിരുന്നെങ്കിലും ഇതെല്ലാം വയലേഷനായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് ഇത്രയും വയലേഷൻ നടക്കുന്നത് കൊണ്ട് പലപ്പോഴും ആരും അതിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോകാറില്ല. ലോകത്തിൽ ഏറ്റവും വയലേറ്റ് ചെയ്യപ്പെടുന്ന IPRകളിൽ ഒന്ന് കോപ്പിറൈറ്റ് ആണ്. ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറയും, എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ നിങ്ങൾ പ്ലജേറിസമാണ് പഠിച്ചത്. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ 12 കൊല്ലത്തോളം നിങ്ങളെ കോപ്പി അടിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം ഇനി കോപ്പി അടിക്കരുതെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ലാന്ന് ഞാൻ പറയുമെങ്കിലും പഠിച്ച നോട്ട്ബുക്കിന്റെ പുറത്തുള്ളതും സണ്ണിഡിയോളും അതൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ ടോട്ടലി ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കോപ്പിറൈറ്റ് വയലേഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും അതെല്ലാം കോപ്പിറൈറ്റ് നിയമം പെർമിറ്റ് ചെയ്യുന്നൊരു യൂസാണ്. അതായത് കോപ്പിറൈറ്റിൻ്റെ കീഴിൽ ഫെയർ യൂസ് അല്ലെങ്കിൽ ഫെയർ ഡീലിംഗ് രണ്ടും രണ്ടാണ്. അപ്പോൾ ചില ഉപയോഗങ്ങൾ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് അല്ല. ഇന്ത്യയിൽ അത് നിയമത്തിൽ സെക്ഷൻ 52 ഒരുപാടെണ്ണം പറയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന്, റിസർച്ച് പർപ്പസ്, സെറ്റയർ, കോമഡി, അങ്ങനെ കുറേ എണ്ണത്തിനൊക്കെ എക്സംഷൻസ് ഉണ്ട്. ഇതിനൊന്നും യൂസ് ചെയ്താൽ അത് കോപ്പിറൈറ്റിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റോ വയലേഷനോ ആയിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് എടുക്കുന്ന എല്ലാം നമ്മൾ അതിനടുത്ത് ഇൻക്ലൂഡഡ് ആയി പോകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ജിബ്ലി, ഞാൻ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെനിക്ക് കിട്ടുന്നത് അതിൻ്റെ വേറൊരു ഫോമാണ്. അപ്പം അതിന് നമ്മൾ ട്രാൻസ്ഫോർമേറ്റീവ് വർക്ക് എന്ന് പറയാം. കാരണം നമ്മൾ ഇട്ട ഫോട്ടോ അല്ലല്ലോ നമുക്ക് തിരിച്ചു കിട്ടുന്നത്, എന്തൊക്കെയോ മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേറ്റീവ് വർക്കിന് എനിക്ക് അവകാശമുണ്ടോ എന്നുള്ള ചോദ്യം കോപ്പിറൈറ്റിൻ്റെ അല്പം ഗ്രേ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ. അപ്പം ഇതിന് ഉത്തരം പറയാൻ കുറച്ച് കാട് കയറി പോകേണ്ടി വന്നെങ്കിലും കോപ്പിറൈറ്റ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ക്രിയേറ്ററിനെയും ക്രിയേഷനെയുമാണ്. അപ്പോൾ ഈ ക്രിയേറ്ററിൻ്റെ റൈറ്റ്സിനെ ഓതറായിട്ടും ഓണറായിട്ടും രണ്ടും ഉണ്ട് കോപ്പിറൈറ്റിൽ. ഓഥർ എന്ന് പറഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് ആരിൽ നിന്നാണോ അത് ഒറിജിനേറ്റ് ചെയ്തത് അത് ഓഥറും. ചില സമയത്ത് ഇപ്പം നമ്മൾ ജോലിയിൽ ഏറ്റവും നല്ല ഉദാഹരണം അതിന് നമ്മുടെ ബോബനും മോളിയും കാർട്ടൂൺ ഓർമ്മയുണ്ടാവും. അപ്പോൾ ടോംസ് മലയാള മനോരമയിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് ഈ ബോബനും മോളിയും കാർട്ടൂണുകളുടെ നമ്മുടെ ജനറേഷനിലാണ് അത് ഏറ്റവും പോപ്പുലർ ആയിരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് വീണ്ടും പബ്ലിഷ് ചെയ്തു തുടങ്ങി. അപ്പോൾ മലയാള മനോരമ അയാൾക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ആ കേസിൻ്റെ ലെവലിൽ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ബോബനും മോളിയും അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് ക്യാരക്ടേഴ്സ്, വക്കീൽ, അങ്ങനെയുള്ളവർ ഇതൊക്കെ മലയാള മനോരമയിൽ ചേരുന്നതിന് മുമ്പ് ടോംസ് ക്രിയേറ്റ് ചെയ്തതാണ്, വി.ടി. തോമസ് ക്രിയേറ്റ് ചെയ്തതാണ്. ആ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷവും റിട്ടയർമെൻറ്റ് വരുന്നവരെയുള്ള കാലഘട്ടത്തിലെ എല്ലാ കോപ്പിറൈറ്റും മലയാള മനോരമയ്ക്ക്. കാരണം ഇദ്ദേഹത്തിന് ജോലി കൊടുത്തത് ആ കാർട്ടൂൺ എഴുതാനാണ്. അപ്പം നമ്മൾ ആ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ആ സ്ഥാപനത്തിനാണ് അതിൻ്റെ കോപ്പിറൈറ്റ് അവകാശം. ഏത് ആ കാലഘട്ടത്തിലുള്ളതിന്. അതിന് മുമ്പുള്ളതിനും അതിന് ശേഷമുള്ളതിനും വി.ടി. തോമസ് അല്ലെങ്കിൽ നമ്മൾ പോപ്പുലറായിട്ട് അറിയുന്ന ടോംസിനാണ് അവകാശം. അതേപോലെ തന്നെയാണ് നമ്മളൊരു എന്താ പറയുന്നത്, ഈ ഒരു ജോലിയിൽ കയറിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വർക്കിന്. അപ്പോൾ കോപ്പിറൈറ്റ് അതുകൊണ്ട് ഓഥറേയും സംരക്ഷിക്കുന്നുണ്ട്, ഓണറിനെയും സംരക്ഷിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഇപ്പം സിനിമയാണെങ്കിൽ, സിനിമയാണ് വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക കോൺട്രവേഴ്സ്യൽ ആയിട്ട് നിൽക്കുന്നത്. ആരാണ് സിനിമയുടെ ഓഥർ? ഈസ് ദ പ്രൊഡ്യൂസർ, ഈസ് ദ ഡയറക്ടർ. സ്ക്രിപ്റ്റ് റൈറ്റർ ഇല്ലാണ്ട് സിനിമ ഉണ്ടാവുമോ? സിനിമാറ്റോഗ്രാഫർ ഇല്ലാണ്ട് സിനിമ ഉണ്ടാവുമോ? എഡിറ്റർ ഇല്ലാണ്ട് പറ്റുമോ? ആക്ടർ ഇല്ലാണ്ടും സിനിമ ഉണ്ടാവില്ല. അപ്പം അത് പെർഫോമൻസ് ആയിട്ട് മാറ്റി. അപ്പോൾ അന്ന് കോടതി എടുത്ത് അല്ലെങ്കിൽ നിയമം എടുത്തൊരു എളുപ്പ വഴി, ആരാണോ കാശ് മുടക്കുന്നത് അവർക്ക് ഓണർഷിപ്പ് കൊടുക്കുക. ഒരുപാട് പേരേനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെയാണ് സൗണ്ട് റെക്കോർഡിങ്ങിനും. ഇപ്പം നമ്മൾ നടത്തുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്? മലബാർ ചാനലിന്. അതെ, കാരണം നിങ്ങളേനെ അതിന് എംപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനും ഞാൻ ഈ ഇൻ്റർവ്യൂവിന് വന്നത് ആ മലബാർ ചാനൽ വിളിച്ചിട്ടുമാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓഥറും ഓണർഷിപ്പും. ഇതൊക്കെ ഡീപ്പ് ഡിബേറ്റ്സ് ആണ് കേട്ടോ. ഞാൻ അതിൻ്റെ സൂപ്പർഫിഷ്യലായിട്ട് ഇങ്ങനെ പറഞ്ഞു. ജിബിലിയിലേക്ക് വരുമ്പോൾ ഈ ഓഥറും ഓണറും ഡിഫറെൻ്റ് ഉണ്ട്. ഉണ്ടാക്കിയ ആളായിരിക്കണം എന്നില്ല ഇതിൻ്റെ ഓണർ ജിബ്ലിൻ്റെ. അപ്പം ജിബ്ലി സ്റ്റുഡിയോയ്ക്കായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ ഓണർഷിപ്പ് എല്ലാം വരുന്നത്. ഓക്കെ. അപ്പം ഞാനൊരു ഫോട്ടോ ഇട്ടു, അതിൽ ക്ലിയർ കോപ്പിറൈറ്റ് ഇഷ്യൂ. ആ ഫോട്ടോ എൻ്റെ ഫോട്ടോ ആണ്, ഞാൻ എടുത്ത ഫോട്ടോ. കോപ്പിറൈറ്റ് നിയമപ്രകാരം ആ ഫോട്ടോഗ്രാഫിൻ്റെ കോപ്പിറൈറ്റ് എനിക്കാണ്. ഞാനത് ChatGPT-യിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ. ChatGPT ഇതിനകത്ത് തന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റിൻ്റെ നിയമവശത്തെക്കുറിച്ചൊന്ന് പറയട്ടെ.
ഇപ്പോൾ ട്വിറ്റർ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും പോപ്പുലർ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മൾ അതിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് യെസ് ഐ അഗ്രി എന്ന് പറഞ്ഞൊരു ടിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര പേരാണ് അത് വായിക്കുന്നത്? മിക്കവാറും ആരും വായിക്കുന്നുണ്ടാവില്ല. ആരും വായിക്കാറില്ല. നമ്മൾ ജസ്റ്റ് ഹൈ സ്പീഡിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നു, താഴെ എവിടെയാണ് ടിക്ക് നോക്കുന്നു, ടിക്ക് ചെയ്യുന്നു, കയറുന്നു. ആ ടിക്കിനകത്ത് ഒരു എനിക്കത് അങ്ങനെ തന്നെ ഐ വുഡ് ലൈക്ക് ടു റീഡ് ഇറ്റ് ഔട്ട്. ആ ടിക്കിനകത്ത് ഒരു പെർട്ടിക്കുലർ ടേം ഉണ്ട്. അതായത് ബൈ പോസ്റ്റിംഗ് ദ ഗ്രാൻഡ് യു ഗിവ് ദ പെർട്ടിക്കുലർ സോഷ്യൽ മീഡിയ എ നോൺ എക്സ്ക്ലൂസീവ് റോയൽറ്റി ഫ്രീ transferable, sub-licensable, worldwide license to host, use, distribute, modify, run, copy, publicly perform, display, translate, create derivative works. That means നമ്മൾ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഒരു റൈറ്റും ഇല്ല. അതിന്റെ റൈറ്റ് ഇവർക്ക്. റൈറ്റ് ഉണ്ട്, ഓണർഷിപ്പ് ഇസ് വിത്ത് യു, ബട്ട് യു ഗീവ് അപ്പ് എവ്രി അതർ റൈറ്റ്സ്. അതായത് റീപ്രൊഡക്ഷൻ, പബ്ലിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ടു പബ്ലിക് എന്നുള്ളതെല്ലാം അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ആൻഡ് ദേ ഓൾസോ പ്രൊവൈഡ് എൻ ഓപ്റ്റ് ഔട്ട് ക്ലോസ്. നിങ്ങൾ ആ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നതോടുകൂടി അവർക്ക് പിന്നെ ആ കണ്ടന്റിന്റെ പക്ഷേ ആ കണ്ടന്റിന്റെ കോപ്പീസ് ഓൾറെഡി സ്പ്രെഡ് ആയിട്ടുണ്ട്. ബിക്കോസ് യു ഓൾറെഡി ഗേവ് ദം ഈ റീമിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പൊ അതിനൊന്നും കോപ്പിറൈറ്റ് ഇല്ല, ഓണർഷിപ്പ് ഇല്ല. ഞാൻ ഇട്ട കണ്ടന്റിന്റെ ഓണർഷിപ്പ് എനിക്കാണ്. ഞാനൊരു പാട്ട് പാടി, ആ പാട്ട് പാടിയത് ഞാൻ അപ്ലോഡ് ചെയ്തു. എന്നിൽ നിന്ന് അത് വേറൊരാൾ എടുത്തിട്ട് അതിനെ ആ ഓഡിയോ മാത്രം സേവ് ചെയ്ത് വെച്ചിട്ട് ആ ഓഡിയോ വെച്ച് അയാൾ ഒരു റീൽ ചെയ്യുന്നു. ആ റീൽ അവിടെ വൈറലായി കഴിഞ്ഞാൽ അത് അയാളുടെ റീലാണ് വൈറലാവുന്നത്. അതിലൊരു 1 million വ്യൂസ് കിട്ടിയാൽ അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ അയാൾക്കാണ്. ഞാൻ മര്യാദ എന്ന് പറയുന്നത് ആ പാട്ട് ഇടുമ്പോൾ നമ്മൾ താഴെ സൗണ്ട് ട്രാക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സൗണ്ട് ട്രാക്ക് നമുക്ക് റണ്ണിങ്ങിൽ കാണാം, ഒറിജിനൽ വേർഷൻ ആരാണെന്ന്. അപ്പോൾ ഒരു എത്തിക്സ് അല്ലെങ്കിൽ മൊറാലിറ്റി ബേസിസ് എന്ന് പറയുന്നത് നമ്മൾ എറ്റ് കൊടുത്തിട്ട് ആരുടെ ഏത് യൂസറിൻ്റെ കണ്ടന്റ് ആണോ നമ്മൾ ഉപയോഗിച്ചത് അത് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് എത്തിക്സ്. പക്ഷെ നമ്മൾ എത്ര പേരാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ ഇത് കട്ട് ചെയ്തിട്ടിടുന്നത്? അതെ അതെ അതെ. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. സോ ലെറ്റ് us come back to ChatGPT. ജിബിലി ഇതേ ഇഷ്യൂ തന്നെയാണ് ChatGPT-യിലും. ദ മൊമെന്റ് യു ആഡ് എനി കണ്ടന്റ് യു ഗിവ് ദം എ ലൈസൻസ് ടു യൂസ് ഇറ്റ്. മനസ്സിലായോ? അവരുടെ ആൽഗറിതമിക് പർപ്പസിനോ മാർക്കറ്റിങ്ങിനോ ഡിസെമിനേഷനോ അവർക്ക് നിങ്ങൾ കൊടുത്ത കണ്ടന്റ് ഉപയോഗിക്കാം. അപ്പം ഞാൻ കൊടുത്ത ഫോട്ടോ കോപ്പിറൈറ്റ് എൻ്റെ കയ്യിലാണെങ്കിൽ കൂടി ChatGPT now has the rights to use it. ലൈസൻസ് ആണത്, ഞാൻ ലൈസൻസ് ചെയ്ത് കൊടുക്കുക. So when we are uploading our picture and asking them to make it into Ghibli trend, create Ghibli അല്ലെങ്കിൽ ക്രിയേറ്റ് മധുബനി അല്ലെങ്കിൽ ക്രിയേറ്റ് രവിവർമ്മ മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ബട്ട് വി ലൂസ് ദ റൈറ്റ് ഓൺ ദ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്ത് അത് പിന്നെ അവരവരുടെ ട്രെയിനിങ് പർപ്പസിനോ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ നമുക്കത് ഇത് ചെയ്യാൻ പറ്റില്ല. So we have put it out to the world. അതാണ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മൊമെന്റ് യു കീപ് സംതിങ് ഓൺ ക്ലൗഡ് ഇറ്റ്സ് ഓൾവേസ് there. ഡിജിറ്റൽ സിഗ്നേച്ചർ. അതങ്ങനെ ഉണ്ട് അവിടെ. യു ക്യാൻ റിമൂവ് ഇറ്റ്, ഡിലീറ്റ് ഇറ്റ്, ബട്ട് ഇറ്റ്സ് ഓൾവേസ് there. അപ്പോൾ ഈ ജിബ്ലി ട്രെൻഡിലെ ആദ്യത്തെ ഇഷ്യൂ കോപ്പിറൈറ്റ് ഇഷ്യൂ ആണെങ്കിൽ രണ്ടാമത്തെ ഇഷ്യൂ പ്രൈവസിയാണ്. ഇപ്പോൾ ഈ അടുത്ത് ദൃശ്യമല്ല ഒപ്പം സിനിമയിലെ ഒരു ടീച്ചറുടെ ഫോട്ടോ, എനിക്ക് തോന്നുന്നു അനുശ്രീ എടുക്കുന്ന ഏതൊരു കേസ് ഫയലിനകത്ത് ഒരു ഫോട്ടോയിൽ ടീച്ചറുടെ ഫോട്ടോ വന്ന് ഷി ഫയൽഡ് എ കേസ് അഗൈൻസ്റ്റ്. പറഞ്ഞ ആവശ്യമുണ്ടല്ലോ. ആ കേസ് എന്തുകൊണ്ടാണ് വന്നത്? ഈ ടീച്ചറുടെ ഫോട്ടോ ഏതോ ഒരു സോഷ്യൽ മീഡിയയിൽ എവിടെയോ പബ്ലിക്കായി കിടന്നിരുന്നു ആൻഡ് ദേ യൂസ് ദാറ്റ് ഫോട്ടോ. ഇത് മലയാളത്തിൽ പണ്ടൊരു സിനിമ മുഖചിത്രം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു. ജയറാമും ഉർവശിയും പെയർ ചെയ്തിട്ടുള്ള. ജയറാമിന് കല്യാണം കഴിഞ്ഞാൽ മാത്രമേ വീട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ജയറാം ഒരു സ്റ്റുഡിയോയിൽ ചെന്ന് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തൊരു കല്യാണ ഫോട്ടോ ഉണ്ടാക്കി വീടിൻ്റെ ഉമ്മർത്ത് വെച്ച് അങ്ങനെ ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു സിനിമ വരെയുണ്ട്. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അതൊരു പ്രൈവസി ഇഷ്യൂ ആണ്. അപ്പം നമ്മൾ മുമ്പ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ സ്റ്റുഡിയോയിൽ നമ്മുടെ ഇമേജ് അയാൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണെങ്കിൽ ഇന്ന് നമ്മൾ തന്നെ ഇപ്പോൾ ഐ വോണ്ട് സേ വി ആർ ഫ്രം ഓൾഡർ ജനറേഷൻ, പക്ഷേ ഒരല്പം കൂടെ യങ്ങറും നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർ ചെയ്യുന്നൊരു ഫേസ്ബുക്ക് പീക്കിൽ നിന്നിരുന്ന കാലഘട്ടത്തിൽ യു യൂസ് ടു അപ്ഡേറ്റ് എവറിത്തിങ് അബൌട്ട് യുവർ ഫാമിലി ഇൻ ഫേസ്ബുക്ക്. എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, സ്കൂളിൻ്റെ ബസ്സിൻ്റെ പേര്, സ്ഥലം എല്ലാമായിട്ടാണ് ഇടുന്നത്, വണ്ടിയുടെ നമ്പർ. പിന്നെ നമ്മൾ പ്രൈവസിയെ കുറിച്ച് പറയുന്നത് എന്തിനാ? You are keeping it there and you have agreed to the conditions that once you keep it there it's theirs. ഇത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മളെപ്പോഴും
സെലിബ്രിറ്റീസിനെ, എസ്പെഷ്യലി ഫിലിം ആക്ടേഴ്സിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന സ്പോർട്സ് സെലിബ്രിറ്റീസിനൊക്കെ ആണെങ്കിലും നമ്മളുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കാണുന്ന ഒരു ശീലമുണ്ട് നമുക്ക്. അപ്പൊ അവരെ നമുക്ക് നെയ്മറോട് ഒരുപാട് ആരാധന തോന്നി ഉടനെ നെയ്മറിനെ DP ആക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു ആക്ട്രസ് നല്ലൊരു ഡ്രസ്സ് ഇട്ടു, അവര് അല്ലെങ്കിൽ അതിനെ ഞാൻ എടുത്തിട്ട് എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ട് ഞാൻ അത് എൻ്റെ പേഴ്സണൽ സ്പേസുകളിൽ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ഉപയോഗങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിലേതൊക്കെ? അതിൽ ആക്ച്വലി IP അല്ല വരുന്നത്. അതിൽ നമ്മൾ പബ്ലിസിറ്റി റൈറ്റ്സ്, സെലിബ്രിറ്റി റൈറ്റ്സ് എന്നും പറഞ്ഞിട്ടൊരു കാറ്റഗറി. ഇപ്പൊ അനിൽ കപൂർ ഒക്കെ അതിനെതിരെ, അതായത് അനിൽ കപൂറിന്റെ ഫോട്ടോസ് ഉപയോഗിക്കുന്നതിനെതിരെ, വോയിസ് ഉപയോഗിക്കുന്നതിനെതിരെ ഒക്കെ അനിൽ കപൂർ കേസസ് വരുന്നുണ്ട്. അത് വളർന്നു വരുന്ന ഒരു മേഖലയാണ്. കോപ്പിറൈറ്റും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതായത് സെലിബ്രിറ്റി റൈറ്റ്സിന്റെ നിങ്ങൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്നത്. ബട്ട് ദെൻ അങ്ങനെയാണെങ്കിൽ കൂടി ഈച്ച് ആൻഡ് എവറി വയലേഷൻ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ ഫോണിലും പോയിട്ട് ആരൊക്കെ മെസ്സിയുടെ പ്രൊഫൈൽ കിടക്കുന്നുണ്ട്. അതിന്റെ എൻഫോഴ്സ്മെന്റ് അത്ര എളുപ്പമല്ല. അപ്പൊ ChatGPT-യിൽ നമ്മൾ നമ്മുടെ ഫോട്ടോസ് ഇടുമ്പോൾ നമ്മുടെ ഓണർഷിപ്പ് ഒരു വശത്ത്, കോപ്പിറൈറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഇസ് എ ബിഗ് ഇഷ്യൂ ഓൺ വൺ സൈഡ്. പക്ഷെ അതിനപ്പുറത്തുള്ള ഇഷ്യൂ ആണ് റൈറ്റ് ടു പ്രൈവസി. അപ്പൊ നിങ്ങളുടെ ഇമേജ് ആസ് സച്ച് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കുഡ് ബി യൂസ്ഡ് ഫോർ എനിത്തിങ് ബിക്കോസ് ഇറ്റ്സ് ഇൻ AI. ഒരു പക്ഷേ ChatGPT ട്രെയിനിങ് ഡേറ്റ ആയതുകൊണ്ട് പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ ChatGPT അത് യൂസ് ചെയ്യും. പക്ഷെ മറ്റ് ഏത് പബ്ലിക്കിലേക്ക് പോവില്ല എന്നെന്തെങ്കിലും ഗ്യാരണ്ടി? ഒരു ഗ്യാരണ്ടി ഇല്ല. ഈവൻ ദോ ദേ ഹാവ് ബിൻ ആസ്ഡ്, തേർഡ് പാർട്ടി ട്രാൻസ്ഫർ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് അഷ്വേർഡ്. നമ്മളിപ്പോൾ എത്രയോ ഹാക്കേഴ്സ് നമ്മുടെ ആധാർ ഡേറ്റയൊക്കെ ഹാക്ക് ചെയ്ത് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഹൗ വിൽ യു എൻഷുർ ദാറ്റ്? ഇല്ലീഗലാണ്. നമ്മൾ വാതിൽ തുറന്നിട്ടിട്ട് കയറിക്കോളാൻ പറഞ്ഞിട്ട് പിന്നീട് നമുക്കത് പറയാൻ പറ്റും. ഇല്ലീഗലാണ്. ഐ അഗ്രി ടു ദാറ്റ്, ഇല്ലീഗലാണ്. പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ എൻഫോഴ്സ്മെന്റും ഭയങ്കര പ്രശ്നമാണ്. ഈ ഗിബിലി തന്നെ പിന്നെ നോക്കുമ്പോൾ ഇഷ്യൂ ഇതിപ്പോൾ നമ്മളും ChatGPT തമ്മിലുള്ള വഴക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. ChatGPT സ്റ്റുഡിയോ ജിബ്ലിയുമായിട്ടും വഴക്കുണ്ടാവാം. കാരണം ChatGPT ഉപയോഗിക്കുന്ന ജിബ്ലി സ്റ്റൈല് അവരുടെ പ്രോപ്പർട്ടി ആണെന്ന് പറയുകയാണെങ്കിൽ ദ കേസ് വുഡ് ബി ബിറ്റ്വീൻ ദീസ് ടു എൻറ്റിറ്റീസ്. ChatGPT അല്ല, OpenAI-യും സ്റ്റുഡിയോ ജിബ്ലിയും തമ്മിൽ ഒരു തുടക്കം. പക്ഷെ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇവിടെ അതിലും വലിയൊരു കോപ്പിറൈറ്റ് വയലേഷൻ നടക്കണില്ലേ? രാജരവിവർമ്മ ചിത്രങ്ങളെ വെച്ച് നമ്മൾ ആലോചിക്കും. ഈ അടുത്ത് അതിന്റെ ഒരു വീഡിയോ ഇറങ്ങിയില്ലേ, എല്ലാ രവിവർമ്മ ചിത്രങ്ങളും മൂവ് ചെയ്യുന്നതും ഹംസം പറക്കുന്നതും ഒക്കെ. എവ്രി വൺ ടുക്ക് ഇറ്റ് ആസ് എ ക്യൂരിയോസിറ്റി. നോ വൺ ഐഡന്റിഫൈഡ് വെദർ ദി ഓഥേഴ്സ് റൈറ്റ് ഹാസ് ബീൻ വയലേറ്റഡ് ഓർ നോട്ട്. ഓഥേഴ്സ് റൈറ്റിനെ പറ്റിയിട്ടൊന്ന് പറയാം. ഇപ്പോൾ കോപ്പിറൈറ്റിൽ 2 തരത്തിലുള്ള റൈറ്റ് ആണുള്ളത്, ഇക്കണോമിക് റൈറ്റും മോറൽ റൈറ്റ്സും. അപ്പോൾ ഇക്കണോമിക് റൈറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടേം ആയിരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ ലോ വെച്ചിട്ട്, കൺവെൻഷൻസ് വെച്ചിട്ട് ലൈഫ് ടൈം ഓഫ് ദി ഓഥർ പ്ലസ് 50 years മിനിമം കൊടുക്കണം എന്നാണ് മേജർ വർക്ക്സിന്. ഫോട്ടോഗ്രാഫും സിനിമയൊക്കെ 50 വർഷം വീതമാണ് കിട്ടുന്നത്. ഇന്ത്യയിൽ നമ്മളൊരു 10 വർഷം കൂടെ കൂടുതലുണ്ട്, അതായത് ലൈഫ് ടൈം ഓഫ് ദി ഓഥർ പ്ലസ് 60 years. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചിത്രം വരച്ചാൽ എൻ്റെ മരണശേഷം വരുന്ന ജനുവരി 1 തുടങ്ങി 60 വർഷം വരെ എനിക്കതിൽ ഉടമസ്ഥാവകാശമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓഥറിന് മാത്രമല്ല ഓണറിനും ഉണ്ട്. അപ്പൊ ഈ ഇന്റർവ്യൂ ഇന്ന് ക്രിയേറ്റഡ് ആയെങ്കിൽ മലബാർ ജേണലിന്റെ ഓണർഷിപ്പിലാണ് വരിക, പക്ഷെ ഓഥർ നമ്മളായിരിക്കും. അപ്പം അങ്ങനെയാണ് ടേം സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് പ്രത്യേകിച്ചും ആർട്ടിസ്റ്റിക് വർക്ക് ആയതുകൊണ്ട് ലൈഫ് ടൈം ഓഫ് ദി ഓഥർ പ്ലസ് 50 years ഇൻ്റർനാഷണലിയും 60 years ഇന്ത്യയിലും 70 years കാനഡയിലും ഒക്കെ, അങ്ങനെ പല രീതിയിലുണ്ട്. പക്ഷേ മിനിമം ലൈഫ് ടൈം പ്ലസ് 50 years ആണ്. ഈ കാലഘട്ടത്തിൽ ഓഥറിന് അല്ലെങ്കിൽ ഓണറിന് കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് റൈറ്റ്സ് ആണ് അതിൻ്റെ എക്കണോമിക് റൈറ്റ്സ്. അതായത് റൈറ്റ് ടു reproduce copies, right to communicate to the public, right to permit adaptation, translation. ആ വർക്ക് ഏതൊക്കെ രീതിയിൽ കമേഴ്ഷ്യലി യൂസ് ചെയ്യണോ അതിനുള്ള എല്ലാ അവകാശവും ലൈഫ് ടൈം പ്ലസ് 60 years ഈ ഓഥറിനിൽ വെസ്റ്റഡ് ആണ്. അതല്ലാതെ വേറൊരു റൈറ്റ് ആണ് മോറൽ റൈറ്റ്. ഇത് ഇക്കണോമിക് റൈറ്റ് അല്ല. ഇത് എന്താ പറയുക, റൈറ്റ് ഓഫ് പെറ്റേണിറ്റി എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പം നമ്മളത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഓഥർഷിപ്പിൻ്റെ റൈറ്റാണ്. അതായത് രവിവർമ്മയുടെ ചിത്രം എത്ര കാലം കഴിഞ്ഞാലും അത് രവിവർമ്മയുടെ ചിത്രം തന്നെ ആയിരിക്കണം. അത് അതേപോലെ ഇപ്പോൾ ഹംസത്തിനെയും ദമയന്തിയും ഞാൻ അതേപോലെ കോപ്പി ചെയ്ത് ഈവൻ ഇഫ് ഐ എം ഏബിൾ ടു റിപ്ലിക്കേറ്റ് ഇറ്റ് ആസ് സച്ച്, താഴെ കവിത എന്ന് ഒപ്പിടാൻ പാടില്ല. അത് രവിവർമ്മയുടെ തന്നെയാണ്. എക്സിബിഷനിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഈ രവിവർമ്മ ചിത്രങ്ങൾ രവിവർമ്മ തന്നെ ഒപ്പുണ്ടാവും താഴെ. ബിക്കോസ് രവിവർമ്മ വെക്കണം, ബിക്കോസ് നമ്മുടെ ചിത്രമല്ല. അല്ലെങ്കിൽ നമ്മളതിലും കറക്ഷൻസ് വരുത്തിയിട്ട് കോപ്പീഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് കോപ്പീഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വെക്കാം. അൺലെസ് ദർ ഇസ് സംതിങ് ഒറിജിനൽ ഫ്രം യു.
അത് അവിടെ തന്നെ രവിവർമ്മയുടെ ചിത്രം തന്നെയാണ്. അപ്പോൾ രവിവർമ്മയുടെ ഹംസത്തിനെ കറുത്ത പെയിന്റ് അടിച്ചു, ദമയന്തിക്ക് 2 കൊമ്പ് വെച്ചു. അതിനെ നമ്മൾ മ്യൂട്ടിലേഷൻ ഡിസ്റ്റോർഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഓഥറിന്റെ പെർമിഷൻ അല്ല, ഓഥറിന്റെ റെപ്യൂട്ടേഷനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വർക്കിന്റെ ഓഥർഷിപ്പിനെ ബാധിക്കുന്നതോ ആയ ഒരു കാര്യം മോറൽ റൈറ്റിൽ പെർമിറ്റഡ് അല്ല. ഈ മോറൽ റൈറ്റ് കാലഘട്ടമില്ല. ഓക്കെ, ഓഥറിന്റെ ജീവിതവും ഇല്ല, ടേമും ഇല്ല, ഒന്നുമില്ല. ആ വർക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം അതിനകത്ത് മോറൽ റൈറ്റ് ഉണ്ട്. ഓക്കെ, അമേരിക്ക മോറൽ റൈറ്റ് അംഗീകരിക്കുന്നില്ല ഒരു പരിധി വരെ, പക്ഷേ ഇന്ത്യയിൽ നമ്മൾ മോറൽ റൈറ്റ് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അമർനാഥ് സേഗൽ എന്ന് പറഞ്ഞൊരു ശില്പി, ഡൽഹിയിൽ ഒരു വിജ്ഞാൻ ഭവനമുണ്ട്. അപ്പം അതിൻ്റെ ചുമരിൽ അദ്ദേഹം കോപ്പറിൻ്റെ ഇതും കൊണ്ടൊരു ഫാമും ഇതുമൊക്കെ ഇങ്ങനെ ഒരു നമ്മുടെ ബിനാലെ പോലത്തെ ഒരു ഇൻസ്റ്റലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ കൂടാതെ അവർ അഴിച്ചു പറിച്ച് ബേസ്മെൻറ്റിൽ വെച്ചു എന്നുള്ളതൊരു മോറൽ റൈറ്റ്സ് വയലേഷനാണ്. കാരണം അത് മ്യൂട്ടിലേഷനായി. അപ്പോൾ ഈ 2 തരത്തിലാണ് റൈറ്റ്സ് പോകുന്നത്. അപ്പോൾ ഓഥറിന് കോപ്പിറൈറ്റ് നിയമപ്രകാരം ഓഥറാണ് ഫസ്റ്റ് ഓണർ. പക്ഷെ ഓഥറിന് ഓണർഷിപ്പ് അസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ എന്നെ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് നിങ്ങൾ വിളിച്ചാൽ അതിന്റെ ഓഥർ ഞാനും ഓണർ നിങ്ങളുമാണ്. അതുകൊണ്ടാണ് രവിവർമ്മ ചിത്രങ്ങളുടെ എല്ലാം ഓണർഷിപ്പ് അത് വരച്ച രാജാക്കന്മാർക്കും എന്താ പറയുക ഹൈ പീപ്പിൾ ഇൻ സൊസൈറ്റി പ്രഭുക്കൾക്കും ഒക്കെ പോകുന്നത്. ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കൊടുത്തു. ആ സ്ക്രിപ്റ്റിന്റെ ഓണർ എപ്പോഴും ഓഥർ എപ്പോഴും ഞാനായിരിക്കും. ഓണർഷിപ്പ് അവർക്കാണ്. അപ്പൊ നാളെ ആ സ്ക്രിപ്റ്റില് ആ വീഡിയോയെ വേറൊരു രീതിയിലേക്ക് അവരാക്കി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര നാരോ ലൈനാണ്. അതിനകത്ത് നിങ്ങളുടെ വർക്ക് ഡിസ്റ്റോർട്ടഡ് ആവുന്നുണ്ടോ, മ്യൂട്ടിലേറ്റഡ് ആവുന്നുണ്ടോ, നിങ്ങളുടെ ഓതർഷിപ്പ് നഷ്ടപ്പെടുന്നുണ്ടോ, ഇതും മാത്രമേ നിങ്ങൾക്ക് അവകാശം വരുന്നുള്ളൂ. കാരണം നിങ്ങളുടെ കമ്പനി നിങ്ങളെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റ് എഴുതാനാണ്. പക്ഷേ നിങ്ങളുടെ കമ്പനി ഇപ്പം നിങ്ങളെ ടൈപ്പ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. ആ ടൈപ്പിസ്റ്റിന്റെ ജോലിയാണ് നമുക്ക് കിട്ടി. പക്ഷെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ചിത്രം വരച്ചു. ആ ചിത്രത്തിൽ ആ കമ്പനിക്ക് യാതൊരു അവകാശവും ഇല്ല. കാരണം എന്നെ ജോലിക്ക് എടുത്തത് വേറെ ഇതിനാണ്. അപ്പം അങ്ങനെയുണ്ട്. നിങ്ങൾ എന്ത് ജോലിക്കാണ് കമ്പനി എംപ്ലോയ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ എന്നെ പഠിപ്പിക്കാനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നാച്ചുറലി ഞാൻ ഈ കാലഘട്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയലും ഓണർഷിപ്പ് ഞാൻ ക്യുസാറ്റുമായിട്ട് ഷെയർഡ് ആണ്. ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാതെ നമുക്കിതിൻ്റെ ക്യൂരിയോസിറ്റിയുടെ പാർട്ടായിട്ട് നമ്മളിതിനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നാളെ ഈ ഷെയർ ചെയ്തതിനാൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒരാൾ തീരുമാനിക്കുകയാണ് ഐ എം ഗോയിങ് ടു സ്യൂ ഓൾ ദ പീപ്പിൾ ഹു ഹാവ് ഡൺ ദിസ്, ഓൾ ദ പീപ്പിൾ ഹു ഹാവ് ട്രൈഡ്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരാൾ വരുന്നു, ഞാൻ അവിടെ ഒരു രാജരവിവർമ്മ പെയിൻറ്റിങ് വരച്ചിട്ട് എൻ്റെ പേര് അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് നമുക്കെതിരെ കേസ് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനെന്തൊക്കെയാണ്? ഈ ചോദ്യത്തിന് 2 ഭാഗമുണ്ട്. ഇത് യു ഹാവ് എ ഫിസിക്കൽ കോപ്പി, പിന്നെ ആദ്യം പറഞ്ഞത് ഡിജിറ്റൽ കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ ഡിജിറ്റൽ കോണ്ടെക്സ്റ്റിൽ മിക്കവാറും ആ കേസ് ഡിസ്മിസ്ഡ് ആവും. കാരണം എന്താ വെച്ചാൽ യു ഗീവ് ദ കൺസെൻറ്റ്. ഓക്കെ. പിന്നെ ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ റീഗ്രാമിംഗ് എന്നാണ് പറയുന്നത്, ഷെയർ അല്ലാതെ നമ്മൾ ചെയ്യുന്ന റീഗ്രാമിംഗ്, റീട്വീറ്റിംഗ്, റീഷെയറിങ്, ഇതിനൊക്കെ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ റീഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പും അവർക്ക് കൃത്യമായി ക്രെഡിറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. അത് നമ്മൾ ചെയ്യാറില്ലല്ലോ. അത് ആരുടെ തെറ്റാണ്? ഉപയോഗിക്കുന്ന ആളുടെ. ഇൻസ്റ്റാഗ്രാം അതുകൊണ്ടാണ് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിന് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല കണ്ടന്റിൽ. What you upload is up to you. How you use is up to you. If any copyright case comes against you, it's directly with you. Monetization അതും നിങ്ങൾക്ക് ഷെയർ ഉണ്ട്. ഇപ്പൊ യൂട്യൂബ് ആണ് ഏറ്റവും നല്ല ഉദാഹരണം അതിന്. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ഓൾറെഡി ഹാസ് എൻ ആൽഗരിതം വിച്ച് വുഡ് ചെക്ക് വെദർ ഇറ്റ് ഇസ് പ്ലെജറൈസ്ഡ് ഓർ നോട്ട്. അപ്പൊ തന്നെ യൂട്യൂബ് അത് ടേക്ക് ഡൗൺ ചെയ്യും. Or if you feel that it has been copied, you file a complaint, YouTube will issue a take down notice. കാരണം യൂട്യൂബിന് ഡയറക്റ്റ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റിന് ലയബിലിറ്റി വരുന്നില്ല. ഇൻഡയറക്റ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പ്രൊവിഷൻസ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈവൻ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് ഈ നമ്മൾ പണ്ട് ഉപയോഗിച്ച ഓഡിയോ നമുക്ക് ഇടയ്ക്കൊരു ഒരു മെസ്സേജ് വരും, യുവർ ഓഡിയോ ഹാസ് ബീൻ മ്യൂട്ടഡ് ബിക്കോസ് ഇറ്റ് ഈസ് വയലേറ്റിംഗ് ദ ലോസ്. അതാരെങ്കിലും ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ യൂട്യൂബിലൊക്കെ നമുക്ക് ഏത് ഇതിട്ടാലും നമുക്ക് റിപ്പോർട്ട് യൂസർ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ റിപ്പോർട്ട് യൂസർ ഓപ്ഷനിൽ നമുക്ക് ഇത് കൊടുക്കാം. ആൻഡ് ആൽഗരിതം വിൽ സെർച്ച്. ഓക്കെ, അവരവരുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട്. ബട്ട് യു ഷുഡന്റ് എക്സ്പെക്ട് ദം ടു ബി 100% യൂസർ ഫ്രണ്ട്ലി. ഒരു സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതൊന്നും അറിയില്ല. സോഷ്യൽ മീഡിയ
അവരുടെ കയ്യിലേക്ക് വരികയും അവർക്ക് ഫണ്ണായിട്ട് തോന്നുന്നത് ട്രോളും മീമും സ്റ്റോറിയിൽ ഷെയർ ചെയ്യാറുണ്ട് നമ്മളുടെ. അപ്പോൾ ആർട്ടിസ്റ്റിന് നമ്മൾ ചെയ്യുന്ന ഒരു അനീതി എന്ന് പറയുന്നത്, ഇത് ക്രിയേറ്റ് ചെയ്ത ഇതിന്റെ മെയിൻ ബ്രെയിൻ ബിഹൈൻഡ് അതിൽ നമ്മൾ എത്തിക്കലി ചിന്തിക്കുന്നതുകൊണ്ടാണ്. എത്തിക്സ് സൈഡ് ഒന്ന് പറയാം. എത്തിക്സിൽ തന്നെ ലോയുടെ ഒരു പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ഹാവ് വേവ്ഡ് ഇറ്റ്, നമ്മളത് വേവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞ് നമ്മളതിന് വേണ്ടാന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണമെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. ഓക്കെ. സോ ഇഫ് യു ഹാവ് വേവ്ഡ് യുവർ റൈറ്റ് ടു യൂസ് ദാറ്റ്, നമ്മൾ ഇഗ്നറൻസ് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് ഇൻ ലോ, എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കതിനെ എതിർക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഈ ജിബിലിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫോട്ടോ, ആ ഫേസ് എടുത്തിട്ട് അവരെന്തിനുപയോഗിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ റെഡിറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, ഒരു സോഷ്യൽ മീഡിയ സൈറ്റ്. അതിനകത്ത് കൊച്ചുകുട്ടികൾ മീൻസ് ടീനേജ് ഇയേഴ്സിലൊക്കെയുള്ള പെൺകുട്ടികളുടെ എന്താ പറയുക, അല്പം റിവീലിംഗ് ആയിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ഓൺ ടൈപ്പ് ഓഫ് ഇമേജസ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഈവൻ ചെറിയ കുട്ടികളുടെ മേടിക്കാൻ കിട്ടും. അത് 70 rupees ഒക്കെയാണ്, $1 $2 ഒക്കെ ഉള്ളൂ ഒരു ഇമേജിന്. അപ്പോൾ ഈ ഇമേജ് പലപ്പോഴും ക്രിയേറ്റഡ് ആണെന്നും കൂടെ പറയുമല്ലോ. അപ്പോൾ ഫോട്ടോഷോപ്ഡ് ആണെന്ന് അപ്പോൾ എല്ലാ കുട്ടികളും മോഫ്ഡ് ആവാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഈ ഇമേജിൽ നിന്ന് നിങ്ങളുടെ മുഖം അതിലേക്ക് വെക്കാം. അങ്ങനെ ഒരു യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിനെതിരെ കേസ് കൊടുക്കാം. ഞാൻ അങ്ങനെ ഉപയോഗിക്കാനല്ല അപ്ലോഡ് ചെയ്തത്, അപ്പോൾ അത് മറ്റേ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ കണ്ടന്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലുള്ള വീഴ്ചയായിട്ട് നമുക്കതിൽ പ്രൈവസി ഇഷ്യൂ ആയിട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു, ഇത്രയും ആൾക്കാർ എൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തു എന്ന് പറയുമ്പോൾ ലോ വിൽ ടേക്ക് ദിസ് പെർട്ടിക്കുലർ ലൈസൻസ്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രൊവിഷൻ വായിച്ചത്. നിങ്ങൾക്ക് അതിൽ നിന്ന് യാതൊരു വരുമാനവും ഉണ്ടാവില്ല. കോപ്പിറൈറ്റ് സാധാരണ പറയുന്നത്, ഇഫ് ഐ യൂസ് യുവർ കോപ്പിറൈറ്റഡ് വർക്ക് ഐ ഷുഡ് ഷെയർ സം ബെനിഫിറ്റ് വിത്ത് യു വിച്ച് വി കോൾ റോയൽറ്റി. അത് മാൻഡേറ്ററി ആണ് കോപ്പിറൈറ്റിന്റെ കീഴിൽ. പക്ഷേ ഇവർ ലൈസൻസ് നമ്മൾ അഗ്രി ചെയ്യുകയാണ്, എനിക്ക് റോയൽറ്റി വേണ്ട, ആരുപയോഗിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ലോകത്ത് എവിടെ ഉപയോഗിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അഗ്രി ചെയ്താൽ ടിക്ക് എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. ആൾക്കാർ അറിയാതെ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ അതിലും എനിക്കൊരു കുറച്ച് കണക്കുകൾ, നമ്പേഴ്സ് ഓൾവേസ് മേക്സ് ഇറ്റ് ക്ലിയർ എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഫേസ്ബുക്ക് ഒരു ദിവസം 5 petabyte ഡേറ്റയാണ്, സിറ്റാബൈറ്റിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന പോലെ. അതുപോലെ എക്സ് ഫോമർലി ട്വിറ്ററിൽ 500 മില്യൺ പോസ്റ്റാണ് വരുന്നത് ഒരു ദിവസം. 560 GB ഡാറ്റയാണ് ഒരു ദിവസം അത് ട്വിറ്ററിൽ വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 95 മില്യൺ ഫോട്ടോസും വീഡിയോസുമാണ് അപ്ലോഡ് ആവുന്നത് പെർ ഡേ. ടിക്ടോക്കിൽ 7.35 TB ഡാറ്റയാണ് പെർ ഡേ അപ്ലോഡ്. നമുക്ക് ഇവിടെ ഇല്ല ടിക്ടോക്ക്, പക്ഷേ പുറമേ ഉള്ള. സ്നാപ്ചാറ്റ് 4.75 ബില്യൺ. വാട്സാപ്പ് 100 ബില്യൺ മെസ്സേജാണ് ഓൺ ആൻ ആവറേജ് എവറി ഡേ നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഗ്ലോബലി 4,40,000 TB ഡാറ്റയാണ്. ആൻഡ് 500 അവർ വീഡിയോ ആണ് ഡൗൺലോഡഡ് പെർ ഡേ. ആൻഡ് ഗ്ലോബലി 1 ബില്യൺ അവർ കാണുന്നുണ്ട്. 1 ബില്യൺ അവർ ഇൻ 24 hours. അത്രയുമാണ് യൂസർ ഇത്. ആൻഡ് യൂട്യൂബ് ഷോർട്സ് 70 ബില്യൺസ് ആണ് ആവറേജ് പെർ ഡേ. ഇത്രയും നമ്മൾ ഡാറ്റ ഇൻപുട്ട് കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഇഗ്നോറൻസ് ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഒരിക്കലും ലോയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഹൈ ടൈം ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ഇഫ് യു ആർ യൂസിങ് സോഷ്യൽ മീഡിയ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു അഗ്രീ ടു. ഇത് ഒരു എന്താ പറയുക, നിയമം അറിയുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു ആൻഡ് ദേ ഡോണ്ട് ഈവൻ നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദാറ്റ് ഫോട്ടോസ്. പ്രത്യേകിച്ചും സ്കൂൾ ലെവലിലുള്ള കുട്ടികൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ സെൽഫീസാണ്, അവരുടെ മൊമെന്റ്സ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്. പിന്നീട് ആ ഫോട്ടോ എന്തെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ ഫോറമുണ്ട്. പക്ഷെ ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഷ്യസ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ മെമ്പർഷിപ്പും അക്കൗണ്ടും എടുക്കുമ്പോൾ ഈ ഫൈൻ പ്രിന്റ് തരാതെ ദേ ഷുഡ് ഗീവ് us the key information ആസ് നെക്സ്റ്റ് ടാബായിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്ന എടുക്കുന്ന ആള് അതാത് റീജിയണൽ ലാംഗ്വേജിൽ അത് വായിക്കാം. ഇപ്പോൾ എൻ്റെ അമ്മ മലയാളമാണ് ഫോണിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. അപ്പോൾ അമ്മ ഇപ്പോൾ അക്കൗണ്ട് എടുക്കും, ഞാനാണ് അക്കൗണ്ട് എടുത്ത് കൊടുക്കുന്നത്. പക്ഷേ അമ്മ അത് എടുക്കുമ്പോൾ ഷീ ഈസ് നോട്ട് റീഡിങ് ദ ഫൈൻ പ്രിന്റ്സ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ആ ഒരു അക്കൗണ്ടബിലിറ്റി ഗവൺമെന്റിന് ഈ പ്ലാറ്റ്ഫോംസിൽ വെക്കാം. പക്ഷേ ഇപ്പം അതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന
നമ്മളുടെ അറ്റൻഷൻ സ്പാൻ വളരെ ഇത്രയും ചുരുങ്ങിയ ഒരു സമയത്ത് ഒരു 20 സെക്കൻഡിന് താഴെയാ. അക്കൗണ്ട് തുടങ്ങുക എന്ന് പറയുന്നിടത്ത് അത് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കുന്നില്ല. ആൻഡ് ഇതിന് മാത്രം ഇപ്പൊ ഞാൻ കണ്ടീഷൻ വെച്ചിട്ട് എന്താ കാര്യം? അതെ. അപ്പൊ അത് പറയുന്ന അതേ സമയത്ത് ലെസ് യു എക്സ്പോസ് യുവർ പ്രൈവറ്റ് ലൈഫ് ടു സോഷ്യൽ മീഡിയ, മോർ യു ഹാവ് യുവർ പ്രൈവസി എന്ന്. ഇപ്പം ഞാനൊരു എൻ്റെ ഫേസ്ബുക്ക് മീഡിയ ഫേസ്ബുക്ക് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്. ഐ ഹാവൻ പോസ്റ്റഡ് ഐ തിങ്ക് ആഫ്റ്റർ 2014. ഇത് പറയുന്ന സമയത്ത് ഒരു മീഡിയ സ്പേസിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു സിനിമ സ്പേസിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അറ്റ് ദിസ് കണ്ടംപററി സെനാരിയോ ദാറ്റ് യു ഹാവ് യുവർ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ. യു ഹാവ് ടു ക്രിയേറ്റ് മൊമെൻറ്റം, യു ഹാവ് ടു ബി സീൻ, യു ഹാവ് ടു ബി ഹേർഡ്, യു ഹാവ് ടു ബി റീച്ച്ഡ് ബൈ പീപ്പിൾ. ഒരു ഉദാഹരണം അതിന് ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ കണ്ടിട്ടുണ്ടോ? മീൻ ഞാനിവിടെ ജോലിക്ക് ചേർന്നു, ഞാനിവിടെ 1 വർഷമായി. യു ആർ കോൺസ്റ്റന്റ്ലി അനൗൺസിങ് ടു ബി വിസിബിൾ. പക്ഷെ അതുപോലെയല്ല ഇൻസ്റ്റഗ്രാം. ഇപ്പോൾ നമ്മളൊരു ജോബ് ഹണ്ടിന് പോകുന്ന സമയത്ത് പോലും നമ്മളോട് ചോദിക്കുന്നത് നമ്മളുടെ പ്രൊഫൈലുകളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ശരിക്കും ഒരു സേഫർ ആൻഡ് വെരി കോഷ്യസ് ഒരു പാത്ത് കണ്ടുപിടിക്കുക. ഇപ്പോൾ US നമ്മൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അപ്പാരൻ്റ്ലി ദേ ചെക്ക് അവർ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ്. നമ്മുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ, പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇപ്പോൾ ഐഡിയോളജിക്കൽ ഫോളോയിങ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കാൻ അനുവദിക്കുന്നത് പ്രൈവസിക്ക് എതിരാണ് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അപ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ 2 ഐഡിയ ആണ് ഇത്. പ്രത്യേകിച്ച് മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. നാഷണൽ സെക്യൂരിറ്റി വേഴ്സസ് ലിബർട്ടി. നമ്മൾ ആധാറിൽ നമ്മൾ കൊടുത്ത ഡേറ്റ എന്താണ്? ബയോമെട്രിക് ഡേറ്റയാണ് നമ്മൾ കൊടുത്തത്. ആ കൊടുത്തത് എന്തിനാണ് കൊടുത്തത്? നാഷണൽ സെക്യൂരിറ്റി പേർപ്പസാണ്. അപ്പോൾ നമ്മളോട് ആൾക്കാർ പറയുകയാണ് നിങ്ങൾക്ക് ലിബർട്ടി വേണോ സേഫ്റ്റി വേണോ എന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് എസ് വിൽ ചൂസ് ഫോർ സേഫ്റ്റി. ആ സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി വി ഹാവ് എ ടെൻഡൻസി ടു ഷെയർ ആർ തിങ്സ്. അപ്പം നമ്മളവിടെ പ്രൈവസിക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഓഫ് കോഴ്സ് നാഷണൽ സെക്യൂരിറ്റി എല്ലാത്തിനും അബവ് നിൽക്കുന്ന ഒരു എക്സെപ്ഷനുമാണ്. നേരത്തെ പറഞ്ഞില്ലേ യു ഹാവ് നോട്ട് യൂസ്ഡ് യുവർ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഫോർ ഇത്ര കാലത്തിന് ശേഷം. അപ്പം നമ്മൾ ശരിക്കും നമുക്കൊരു സോഷ്യൽ മീഡിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയും വാട്ട് വി നീഡ് ടു ക്രിയേറ്റ്, നമ്മുടെ ഒരു പേഴ്സോണ എന്താണെന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് സേഫും സെക്യൂറുമായ രീതിയിലുള്ള ഇമേജസ് നമ്മൾ പുറത്തുവിടണം. പക്ഷെ ഞാൻ ചെയ്തത് എനിക്കത് അവെയർ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് അവെയർ അല്ലാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ആദ്യം തന്നെ ഫോട്ടോ എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാണ്. അതെ, നമ്മളിപ്പോ ഏതെങ്കിലും ഉത്സവത്തിന് പോയാൽ നമ്മൾ ഉത്സവം കാണോ ഫോട്ടോ എടുക്കുമോ? ഭക്ഷണം കഴിക്കാൻ പോയാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അത് പിന്നെ നമ്മൾ പറയുന്നില്ല. അത് പലരും പല ഹോട്ടലുകളും ഇപ്പൊ അത് പെർമിറ്റ് ചെയ്യാതെയായി. അവര് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഹോട്ടലിന്റെ അബവ് ആണെങ്കിൽ അവരുടെ ഫുഡിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, ദാറ്റ്സ് ദെയർ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ അതിന്റെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഒരു ഷെഫ് നമുക്ക് തരുമ്പോ മറ്റേങ്ങനെ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ തോണ്ടിയൊക്കെ തരുമ്പോ അതിനൊരു അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, ഒരു എസ്തെറ്റിക് അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ. അത് അവരുടെ പ്രൈവറ്റ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ കണ്ടന്റ് പോസ്റ്റിംഗ്, ഈവൻ ഇഫ് യു ആർ ഇഗ്നോറന്റ്, യു ആർ ആക്ച്വലി ഗിവിംഗ് എവറിഥിങ് ടു ദ സോഷ്യൽ മീഡിയ. സോ ഇഗ്നോറൻസ് ഈസ് നെവർ ആൻ എക്സ്ക്യൂസ്. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, സാധാരണക്കാരനായാലും വളരെ വിദ്യാഭ്യാസമുള്ള ഒരാളായാലും എനിക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു നിയമത്തിന്റെ മുമ്പിൽ അതൊരു എക്സ്ക്യൂസ് അല്ല. ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ സ്റ്റൈല്, ഒരു ക്രിയേറ്ററിന്റെ സ്റ്റൈല്, ഇപ്പം നമ്മൾ ഈ പറയുന്ന ജിബിലി ആണെങ്കിലും അവരുടെ ഹാബിറ്റാറ്റ്, അവരുടെ കൾച്ചർ അതൊക്കെ ഇംബൈബ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് കാലാകാലങ്ങളായിട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ആ സ്റ്റൈലിനെ എത്ര ഈസി ആയിട്ടാണ് നമ്മളെല്ലാവരും ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നെക്സ്റ്റ് റെംബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റെംബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂറോപ്യൻ പെയിന്റർ, അദ്ദേഹം റിയലിസ്റ്റിക് പെയിന്ററാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോണും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കുണ്ട്. അപ്പോൾ 2014-15 എങ്ങാണ്ടാണ്, ആ ഇയർ ഒന്ന് നോക്കി എനിക്ക് കറക്റ്റ് ചെയ്യണം. ആ സമയത്ത് ഒരു AI ആ ഒരു അതായത് റെംബ്രാൻഡിന്റെ പുതിയൊരു ചിത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. സോ ഇറ്റ് ടുക്ക് മില്യൺസ് ഓഫ് ഇമേജസ് ഓഫ് എക്സിസ്റ്റിംഗ് റെംബ്രാൻഡ് പെയിന്റിങ്സ്.
അപ്പോൾ ഒരു പെയിൻറ്ററിൻ്റെ ശൈലിയുണ്ട്, ലൈറ്റിംഗ്, ഷാഡോയിങ്, ബ്രഷ് സ്ട്രോക്ക്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം തന്നെ ഐ ഓൾവേസ് സേ അത് അറിവിൻ്റെ ഒരു കലവറ ചില നേരത്ത് നമുക്ക് തുറന്നു തരും. അപ്പോൾ ഒരു പെയിൻറ്റിങ് എടുത്താൽ അതിനകത്തുള്ള സിംബോളിസം, അപ്പോൾ ഓരോ ആർട്ടിസ്റ്റിനും അദ്ദേഹത്തിൻ്റെതായ ശൈലികളുണ്ട്. വിരൽ വരയ്ക്കുന്ന രീതി, കണ്ണ് വരയ്ക്കുന്ന രീതി. ഇത് മില്യൺസ് ഓഫ് ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ദേ ഐഡൻറ്റിഫൈഡ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ. എന്നിട്ട് ഒരു AI പ്രോഗ്രാം ഒരു ചിത്രം വരച്ചു. ഇൻ ദ ഷോ മേ ബി യു ക്യാൻ അത് കാണിക്കാം, ഞാൻ ആ ലിങ്ക് അയച്ചു തരാം. നെക്സ്റ്റ് റെംബ്രാൻഡ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ്. അപ്പോൾ റെംബ്രാൻഡ് 18-ാം നൂറ്റാണ്ടിലോ അല്ലെ 19-ാം നൂറ്റാണ്ടിലോ ഒക്കെ ഉണ്ടാക്കിയ അതേ ശൈലിയിൽ തന്നെ 2021 അല്ലെങ്കിൽ 20 ഒരു പുതിയ ചിത്രം വരികയാണ്. അപ്പോൾ രവിവർമ്മയുടെ എല്ലാ ചിത്രങ്ങളുടെയും ഫോട്ടോ എടുക്കുക. ഒരു രവിവർമ്മയുടെ ശൈലിയുണ്ട്, വെയിൽ എവിടെ നടിക്കുന്നു. ഇപ്പം നമ്മുടെ ദീപം കൊണ്ട് നിൽക്കുന്ന യുവതിയുടെ കളേഴ്സ് അല്ല, അതിൽ ലൈറ്റിംഗ് ഉണ്ട്, അവരുടെ മുഖത്ത് മാത്രമേ ലൈറ്റിംഗ് ഉള്ളൂ. അപ്പം അത് ഷാഡോയിങ്, ലൈറ്റിംഗ്, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഒരു ആർട്ടിസ്റ്റിന് ഉണ്ടല്ലോ. ഇതെല്ലാം എടുത്തിട്ട് AIയോട് പറയുവാണ്, യു ക്രിയേറ്റ് എൻ ഇമേജ് രവിവർമ്മയുടേതായ ടോണുകള്, രവിവർമ്മയുടേതായ ലൈറ്റ്, രവിവർമ്മയുടെ കമ്പോസ്, എങ്ങനെയാണ് ഒരു പെയിന്റിംഗ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ എടുത്തിട്ട് ഒരു ചിത്രം ഉണ്ടാക്കിയാൽ that becomes a creation of an AI. So my question is, why do we need that? അപ്പം അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നമ്മൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് കോപ്പിറൈറ്റിനകത്ത് അതിനെ നമ്മൾ പലപ്പോഴും ഐഡിയ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്കാണ് വീഴുക. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഒരു നിയമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഐഡിയ എക്സ്പ്രഷൻ ഡൈക്കോട്ടമി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഐഡിയകൾക്ക് ഒരിക്കലും കോപ്പിറൈറ്റ് ഇല്ല, അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ കോപ്പിറൈറ്റ്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കുടുംബ ചിത്രങ്ങളുള്ളത്. ഒരുവിധം എല്ലാ കുടുംബ ചിത്രത്തിലും കഥ ഒന്നാണല്ലോ. ഷേക്സ്പിയറിയൻ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം കിരീടം, പിന്നെ നരസിംഹവും സ്ഫടികവും. ഈ 3 സിനിമ എടുത്താലും തീം ഒന്ന് തന്നെയാണ്, ഒന്നാണ്. ഇവരെല്ലാം ഈ പറഞ്ഞ ഷേക്സ്പിയറിന്റെ കണിശക്കാരനായ അച്ഛൻ, ബ്രില്യൻ്റ് ആയ മോൻ, കണിശക്കാരനായ അച്ഛൻ്റെ ഇഷ്ടത്തിന് പോവാത്ത മോൻ, കരയുന്ന അമ്മ, കരയുന്ന ചേച്ചി അല്ലെങ്കിൽ അനിയത്തി, ഫൈനൽ ഒരുമിച്ച് ചേരുന്നു, പക്ഷെ അപ്പോഴേക്കും അച്ഛൻ മരിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറ്റുന്നു, അല്ലെങ്കിൽ മോൻ്റെ ഭാവി പോകുന്നു. ഇതേ ഐഡിയ തന്നെയാണ്, 3 എക്സ്പ്രഷനായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ കർണാട്ടിക് രാഗങ്ങളൊക്കെ പാട്ടുകൾ, ഇപ്പോൾ മോഹനരാഗത്തിൽ എത്ര പാട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ 5-നൊരു പാട്ട് അതിലുണ്ടാക്കി പിന്നീട് എനിക്ക് ആ പാട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊരു ഐഡിയ ആണ്. പിന്നെ അത് പബ്ലിക് ഡൊമൈൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന ഒരു അറിവാണ്, അത് ആർക്കും ഉപയോഗിക്കാം. ഇപ്പോൾ വേർഡ്സ് പബ്ലിക് ഡൊമൈനാണ്. ഐഡിയകൾ നമ്മളെടുത്ത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒറിജിനാലിറ്റി മാത്രമേ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, ഇപ്പോൾ റിതം ഒരു സ്റ്റൈലാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കിത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ തോന്നും, അത് ഒരു അണ്ടർലൈങ് റിതം നമുക്ക് അറിയുന്നുണ്ട്. അതൊക്കെ കോപ്പിറൈറ്റിന് പുറത്താണ്. അപ്പോൾ എഡ് ഷീരൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു 300 മില്യൺ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ടുള്ള തിങ്കിങ് ഇറ്റ് ലൗഡ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു പാട്ടിൻ്റെ ഒരു കേസ്. ആ കേസിന് അവർ കോടതി പറഞ്ഞത് സ്റ്റൈല് കോപ്പി ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ സ്റ്റൈല് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷന് പുറത്താണ്. കാരണം ആ ശൈലി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നീട് ആ ശൈലി ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം വരും. എൻ്റെ ലൈഫ് ടൈം പ്ലസ് 60 years. എന്തിനും നമ്മൾ ആ ശൈലി ഉപയോഗിക്കണം? നമുക്ക് നമ്മുടെ ഒരു ശൈലി ഉണ്ടാക്കിയാൽ പോരെ? അല്ല, സ്വന്തം ശൈലി എല്ലായ്പ്പോഴും സാധ്യമല്ല. നമുക്ക് പബ്ലിക് ഡൊമൈൻ നോളജ് എടുക്കണം. അത് നമ്മുടെ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള നോളജാണ്. അപ്പം അത് ഇൻസ്പിറേഷൻ ആണ്? ഇൻസ്പിറേഷൻ എന്നല്ല, നമ്മൾ ആ പബ്ലിക് ഡൊമൈനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഐഡിയ. ഓക്കെ, ഇൻസ്പിറേഷൻ എന്നുള്ള വാക്ക് എനിക്ക് പലപ്പോഴും കോപ്പിയിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇൻസ്പയർഡ് ബൈ ആയിരിക്കാം. ഇപ്പോൾ പല സിനിമകളും എക്സാക്ട്ലി കോപ്പിയുള്ള പല സിനിമകളുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അതിനകത്ത് അവർ പറയുകയാണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ഐഡിയ ആണ് എടുത്തത്, വെൻ ഈവൻ ദ ജോക്ക് ഇസ് സെയിം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇൻസ്പിറേഷൻ എന്നുള്ള വാക്ക് ഞാൻ പരമാവധി പറയുന്നത് ഇൻസ്പയർഡ് എന്നാണെങ്കിൽ കൂടി അത് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു എക്സെപ്ഷനോ അല്ലെങ്കിൽ ഒരു ഞാൻ ചെയ്തത് കോപ്പിറൈറ്റ് വയലേഷൻ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് പോലെയാണ്. പക്ഷേ ഈ ഐഡിയ എക്സ്പ്രഷൻ ഡൈക്കോട്ടമി എന്ന് പറയുന്ന ഒരു ശൈലി ഒരു ഐഡിയ ആണെങ്കിൽ ആ ശൈലിയിൽ ആർക്കും എടുക്കാം. ഇപ്പം മലയാളത്തിലെ കുടുംബ ചിത്രങ്ങളുടെ എപ്പിറ്റോമി ആയിട്ട് നിൽക്കുന്നത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വാത്സല്യമാണ്. വാത്സല്യത്തിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതാണ് എല്ലാ കുടുംബ സിനിമകളും, അല്ലേ? ഇപ്പോൾ ഏത് സിനിമ എടുത്താലും ഒരു അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഉണ്ടാവില്ല. അതിൽ മൂത്ത ആൾ ചേട്ടനോ ചേച്ചിയോ ആണെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും.
നോർമലി 2 അനിയന്മാർ കാണും, ഒരനിയൻ നല്ലതും ഒരനിയൻ മോശമായിരിക്കും, അനിയത്തി കല്യാണം കഴിയുന്നവരെ ഭയങ്കര മോശ സ്വഭാവം, കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ കോമൺ ഐഡിയകളാണ് വരുന്നത്. ഹിന്ദിയിലും ഒക്കെ നമ്മൾ മറ്റേ പാട്ടുപാടി കണ്ടുപിടിക്കുന്ന ട്വിൻസ്, അതിനെ സോപ്പ് പെട്ടി പടങ്ങളെന്നാ പറയാറ്. സോപ്പ് പെട്ടിയുടെ മൂടി ഒരാളുടെ അടുത്തും താഴത്തെ ഭാഗം വേറെ ആളുടെ അടുത്തും അവർ കണ്ടുമുട്ടി ചേട്ടാ അനിയ വിളിക്കുന്നു. ആ ഐഡിയ എത്രയുണ്ട്, അതൊക്കെ ഒരു ശൈലിയല്ലേ. അപ്പൊ പറഞ്ഞു വരുന്നത് ജിബിലി നമ്മൾ ജിബിലി അതൊരു സ്റ്റൈലാണെങ്കിൽ, അതൊരു കേസിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ ആ ശൈലിക്ക്, ആ സ്റ്റൈലിന് പ്രൊട്ടക്ഷൻ കിട്ടില്ല. പക്ഷേ ഗിബ്ലി സ്റ്റൈലിൽ ഉണ്ടാക്കിയ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ബോബനും മോളിയിലോട്ടും ഞാൻ പോവുകയാണ്. നിയമപ്രകാരം ക്യാരക്ടറുകളുടെ അവകാശം കോപ്പിറൈറ്റ് ഓഥറിനാണ്. അപ്പൊ ഗിബ്ലി സ്റ്റൈലിൽ അവര് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി ആ ക്യാരക്ടേഴ്സിനെ ഓപ്പൺ AI ട്രെയിനിങ് ഡേറ്റയായിട്ട് ഉപയോഗിച്ചാൽ അവിടെ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ട്. ട്രെയിനിങ് ഡേറ്റ ഉപയോഗിച്ചിട്ടുണ്ടാകുമല്ലോ, നമുക്കറിയില്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ നമ്മൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ആർട്ടിസ്റ്റിക് ഫ്രീഡത്തിൻ്റെയും എത്തിക്സിൻ്റെയും മോറൽ ആൻഡ് ലീഗാലിറ്റി കോംപ്ലിക്കേഷൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ പടം ഇട്ടിട്ട് അവിടെ കൊടുക്കും, ChatGPTക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏത് AIക്കും നമ്മളുടെ പ്രൈവസി അടക്കം അല്ല, അതിൽ ChatGPT എന്ന AIക്ക് യൂസ് ചെയ്യാനാണ് അവകാശമുള്ളൂ. The agreement is between user and ChatGPT. But we have put it out. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം നമ്മൾ വെറുതെ നമ്മുടെ പേര് ഗൂഗിൾ ചെയ്ത് നോക്കൂ, എന്നിട്ട് നമ്മൾ ഇമേജ് സെർച്ച് ചെയ്ത് നോക്കൂ, എവിടെ നിന്നൊക്കെയാണ് ഇമേജ് വരുന്നത്. അതുപോലെ തന്നെ ഐ വുഡ് ലൈക്ക് ടു, ഇപ്പോൾ ഈ ശൈലി പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പ്രൈവസിയും ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റും പലപ്പോഴും വരുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ജിബ്ലി ഇമേജ് എടുക്കുമ്പോൾ ആ ജിബ്ലി ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ ആരെങ്കിലും എടുത്ത ഫോട്ടോ ആയിരിക്കാം, അത് AI ക്രിയേറ്റഡ് ആയിരിക്കാം. പക്ഷേ AI വുഡ് ഹാവ് യൂസ്ഡ് ഇറ്റ് ഓർ മെയ്ഡ് ഇറ്റ് യൂസിങ് ദ ട്രെയിനിങ് ഡേറ്റ ഫ്രം ഡിഫറെൻറ്റ് ഫോട്ടോസ്. ആ ഫോട്ടോസിൻ്റെ കോപ്പിറൈറ്റും AI അതിലേക്ക് എടുക്കുന്നതിൻ്റെ ലീഗാലിറ്റിയും ഒരു ഗ്രേ ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം മാർച്ചിൽ US ആണ് കുറേയും കൂടെയൊക്കെ കോപ്പിറൈറ്റ് ആൻഡ് AI എന്നുള്ള കോണ്ടെക്സ്റ്റിൽ ലീഗലി ഫോർവേഡ് ആയിട്ടിരിക്കുന്നത്. അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന AIനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ഓഥറായിട്ടും ഓണറായിട്ടും. നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് കടന്നില്ല. AIയുടെ ഓഥർഷിപ്പ് ഓണർഷിപ്പ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ റെംബ്രാൻഡ് പെയിൻറ്റിങ്ങിൻ്റെ ഓഥർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും എളുപ്പം കോപ്പിറൈറ്റ് ലോ പറയുന്ന ആരാണോ അതുണ്ടാക്കാൻ കമൻറ്റ് കൊടുത്തത്, ആ കമാൻഡ് കൊടുത്ത ആൾക്കാണ് അതിൻ്റെ ഓണർഷിപ്പ് എന്ന്. അപ്പോൾ AI ഇപ്പം നമ്മളൊരു ChatGPTയിൽ നമ്മൾ പ്ലീസ് പ്രിപ്പയർ ആൻ essay ഓൺ ദിസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഓഥർ ആരാണ്? നമ്മൾ കമാൻഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ഡാറ്റ മുഴുവൻ ChatGPT നമുക്ക് തരികയാണ് ആ ഒരു essay. അപ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം ആരാണോ ആ പെർട്ടിക്കുലർ കമ്പ്യൂട്ടർ ജനറേറ്റഡ് വർക്ക് ഉണ്ടാക്കാനായിട്ട് ആരാണോ കാരണമായത് അവർക്കാണ് റൈറ്റ് എന്നാണ്, ഓത്തർഷിപ്പ് എന്നാണ് കോപ്പിറൈറ്റ് ലോയുടെ ഇപ്പോഴത്തെ ഇഷ്യൂ. അത് വൺസ് AI ഇപ്പം ജനറേറ്റീവ് AI കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ജനറേറ്റീവ് AIയുടെ കൂടി വന്ന് അവർ AIയുടേതായ വർക്ക്സ് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നമുക്കിത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരും. ഓക്കെ, ടു സം അപ്പ്, can you tell us, like, you know, so is it okay if we put our pictures in ChatGPT and put it out, ask for Ghibli trend, and ഇപ്പുറത്ത് ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയിടുകയാണ് ഏത് പറഞ്ഞിട്ട് how my Ghibli trend went wrong. അപ്പോൾ ഇങ്ങനെ ആരാ എന്നൊക്കെ ചോദിച്ചു വരുന്ന സംഭവം നമ്മൾ ChatGPTയിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇഫ് യു ആർ എ ലീഗലി കൺസെൻറ്റിങ് അഡൾട്ട് യു ആർ റെസ്പോൺസിബിൾ. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതും യു ആർ റെസ്പോൺസിബിൾ ബിക്കോസ് യു ഗിവ് ദ കൺസെൻറ്റ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് ഓക്കെ, അത് ശരിയാണോ എന്നുള്ളത് വ്യക്തിപരമായ തീരുമാനമാണ്. എൻ്റെ ഫോട്ടോ എല്ലാ പ്ലാറ്റ്ഫോമിലും വരുന്നത് എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ പ്രൈവസിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടക്കുന്നതിനെക്കുറിച്ചോ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നതിനെക്കുറിച്ചോ നിങ്ങൾ കൺസേൺഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം. പക്ഷെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഇൻഫ്രിഞ്ച്മെൻറ്റ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻഫ്രിഞ്ച്മെൻ്റ് അല്ല, കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അത് ഞാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയാനുള്ള അവകാശം ഇപ്പം നമുക്കില്ല. കാരണം ഇതിലൊക്കെ നമ്മൾ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ട്വിറ്ററിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ പോളിസി, ആ കണ്ടൻറ്റ് അവിടെ ഉള്ളിടത്തോളം കാലം ഈ ലൈസൻസ് അവിടെ ഉണ്ട്. ഇനി കണ്ടൻറ്റ് എടുക്കാൻ നേരത്തെ, ഐ മീൻ യു ഡിലീറ്റ് ദ കണ്ടൻറ്റ്, ദ ലൈസൻസ് കംസ് ടു എൻ എൻഡ്. പക്ഷെ അത് ക്ലൗഡിൽ എവിടെയെങ്കിലും കാണും. ഐ മീൻ ഇറ്റ്സ് അത് പിന്നെ ഹാക്കേഴ്സിൻ്റെ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഐ തിങ്ക് ദ പേഴ്സൺ ഷുഡ് ഡിസൈഡ്.
നല്ലതാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജനറേഷൻ ഗ്യാപ്പും ഇതൊക്കെ വരുമെങ്കിലും ഐ വുഡ് സജസ്റ്റ് നോ, ബട്ട് ഇറ്റ്സ് അപ് ടു യു. ഇറ്റ്സ് അപ് ടു യു. അതെ. And it's up to the people around you. It's up to their also consent that you put whatever is out. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ടു ഇലാബറേറ്റ് ഓൺ 2 points. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു ആൻഡ് യു മേക്ക് ഇറ്റ് ഇൻ ടു ജിബ്ലി ഇമേജ്, യു അപ്ലോഡ് ഇറ്റ് ഇൻ ടു ഇൻസ്റ്റാഗ്രാം. ആ കൂടെ നിൽക്കുന്ന ആരുടെയും കൺസെൻറ്റ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ റൈറ്റ് ടു പ്രൈവസി വയലേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന സെൽഫിയിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഫോട്ടോയിൽ വരുന്നുണ്ട്, ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസ് വരുന്നുണ്ട്. അവരുടെ ഒന്നും പെർമിഷൻ എടുക്കാതെയാണ് നമ്മൾ ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രൈവസി ഇഷ്യൂ അവിടെ എപ്പോഴും വരുന്നുണ്ട്. വെൻ യു യൂസ് ഡാറ്റ ഫോർ ക്രിയേറ്റീവ്, എന്താ പറയുക, ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു എലമെൻറ്റിലേക്ക് നമ്മളത് എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അവരുടെ സമ്മതമില്ലാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഞാൻ എടുത്ത് ഞാനത് വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടുന്നതിന് മുമ്പ് എൻ്റെ ബേസിക് കഴ്സിയാണ് ഞാൻ ചോദിക്കേണ്ടത്, ഞാനിത് ഷെയർ ചെയ്തോട്ടെ എന്ന്. So consent is also very important. അത് റൈറ്റ് ടു പ്രൈവസിയിലാണ് റാദർ ദാൻ കോപ്പി റൈറ്റ്. അതൊരു റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമായിട്ടുള്ള റൈറ്റ് ടു പ്രൈവസിയിലാണ്. ഓൾ റൈറ്റ്സ് ഏത് ആസ്പെക്റ്റിൽ പറയുമ്പോഴും കൺസെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മറ്റൊരാളുടെ ക്രിയേറ്റീവ് സ്പേസിനെ റെസ്പെക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെടുത്തൊരു ഫോട്ടോ, എൻ്റെ തന്നെ ഫോട്ടോ ആണ്, അപ്പോൾ ആ ഒരാളെടുത്ത ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുമ്പോൾ ഇമേജ് കേർട്ടസി കൊടുക്കണം. പലപ്പോഴും ഇപ്പോൾ റീഗ്രാമിങ്ങും ഷെയറിങ്ങും റീട്വീറ്റിങ്ങും ഒക്കെ നമ്മുടെ ഡീറ്റെയിൽസ്, ഇപ്പം ഞാൻ എഴുതിയത് അഞ്ജന ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് മൈ ഫുട് പ്രിൻ്റ് ഓൺ ഇറ്റ്. അപ്പം ഇതിന് വേ ഔട്ട് എന്താന്ന് പറഞ്ഞാൽ യു ക്യാൻ ഓൾവേസ് വാട്ടർമാർക്ക്. പക്ഷേ വാട്ടർമാർക്ക് എല്ലാവർക്കും അറിയുന്നില്ലാവില്ല. പിന്നെ പലപ്പോഴും വാട്ടർമാർക്ക് ആ ക്രിയേഷൻ്റെ ഐഡൻറ്റിറ്റിയെ ബാധിക്കുന്നുള്ളതുകൊണ്ട് വി മേക്ക് ഇറ്റ് ഷോർട്ടർ ടു ദ സൈഡ്. അപ്പം നമുക്കത് സ്ക്രീൻഷോട്ടിൽ കട്ട് ചെയ്ത് കളയാം.